السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين برضا الله العظيم. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പഠിതാക്കളെ, പരിശുദ്ധ ദീനിനെ പഠിക്കാൻ നാം കാണിക്കുന്ന ഈ ഉത്സാഹം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഈ മഹൽ പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്വദേശികളും വിദേശികളുമായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ഏറ്റി നൽകട്ടെ. ആമീൻ. മാത്രമല്ല, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലിയിലും മറ്റു പ്രവർത്തനത്തിലും, അതുപോലെ തന്നെ നാട്ടിലും ജോലി ചെയ്യുന്ന ആളുകളിലും ഖൈറും ബറക്കത്തും അല്ലാഹു ഏറ്റി നൽകട്ടെ. നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മളുടെ ഗഫൂർ ഉസ്താദ്, അബ്ദുൽ ഗഫൂർ ഉസ്താദ് അൻവരി, അദ്ദേഹം ഉംറ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കൂടെ പോയ ഈ അവസരത്തിൽ ചെയ്യുന്ന എല്ലാ ആളുകളുടെയും ഉംറയെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കും ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹത്തായ ഈ മഹത്വമേറിയ ഖുർആൻ വചനങ്ങൾ എന്ന പഠന പരമ്പരയിലാണ് നാം നിലകൊള്ളുന്നത്. എന്താണ് ഖുർആൻ? ഖുർആൻ എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ വലുപ്പവും വണ്ണവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മളുടെ അഖായിദയുടെ കിതാബായ ശറഹ് അഖായിദയിൽ പറയുന്നു, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖിൻ. ഖുർആൻ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ എന്ന് പറയുമ്പോൾ നാം ആലോചിക്കണം, ഈ ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമാകുന്നു. നമുക്കറിയാം, നമ്മളുടെ ഇടയിലുള്ള ആളുകളിൽ തന്നെ ഉള്ള ആളുകളുടെ കലാമിന് വ്യത്യാസങ്ങളുണ്ട്. ചുരുക്കത്തിൽ എന്റെ കലാമ് പോലെയല്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുടെ കലാം. എനിക്കാണോ ഫളലുള്ളത് എങ്കിൽ എന്റെ കലാമിന് ഫളലുണ്ടാകും. കേൾക്കുന്ന നിങ്ങളുടെ കലാമിനാണോ നിങ്ങൾക്കാണോ ഫളല് എങ്കിൽ നിങ്ങളുടെ കലാമിനും ഫളലുണ്ടാകും. നമുക്കറിയാമല്ലോ, നമ്മളെപ്പോലെയല്ല ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു അൻഹുവിന്റെയും ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹുവിന്റെയും കലാം. എന്നാൽ ഈക്കക്കാരുടെ കലാം പോലെയല്ല എപിക്കാരുടെ കലാം. രണ്ടും എത്രയോ മാറ്റങ്ങളുണ്ട്. ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ, നമുക്കറിയാം, നമ്മളുടെ കലാം പോലെയല്ല സ്വഹാബത്തിന്റെ കലാമുള്ളത്. എന്നാൽ സ്വഹാബത്തിന്റെ കലാം പോലെയല്ല അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമുള്ളത്. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുൻ യൂഹാ. വഹി കൊണ്ടല്ലാതെ, വഹി ഇറങ്ങിയിട്ടല്ലാതെ പരിശുദ്ധ റസൂൽ സംസാരിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെയും കലാം ഒരുപോലെയല്ല. എന്നാൽ പരിശുദ്ധ റസൂലിന്റെ കലാം ഈ കലാമിനേക്കാൾ എത്രയോ 10 മടങ്ങ് പവിത്രമുള്ളതാണ് അള്ളാഹുവിന്റെ കലാം. നമുക്കറിയാമല്ലോ, ഖൈറുൽ ഹദീസ് കിതാബുല്ലാഹ്. ഹദീസുകളിൽ വെച്ച് ഏറ്റവും, സംസാരത്തിൽ വെച്ച് ഏറ്റവും എന്ന് പറഞ്ഞാൽ കലാമിൽ വെച്ച് ഏറ്റവും ഖൈറായ കലാം കിതാബുല്ലാഹി, അള്ളാഹുവിന്റെ കലാമാകുന്നു. നമുക്കറിയാം, ഖൈറുൽ കലാമി കലാമുല്ലാഹ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ കലാമാണ് ഖൈറുൽ കലാം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഫളലുൽ ഖുർആനി അലാ സായിരിൽ കലാം കഫളില്ലാഹി അലാ ഖൽഖിഹി. ഖുർആനിന്റെ ഫളല് മറ്റു കലാമിനേക്കാൾ ഖുർആനിലുള്ള ഫളല് അത് അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ എത്ര വ്യത്യാസമുണ്ടോ അതിനനുസരിച്ചുള്ള മാറ്റമുണ്ടാകും. ചുരുക്കത്തിൽ ഖുർആൻ മുഴുവനും അത്
ഫദ്ലുള്ളതാ. നമുക്കറിയാം, ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ലൗ ജുമിയൽ ഖുർആനു, ഖുർആനിനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഫീ ഇഹാബിൻ, ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഖുർആൻ ഉണ്ടെങ്കിൽ മാ അഹറഖതുഹുന്നാർ, നരകം അവനെ കരിച്ചു കളയുകയില്ല എന്ന അതേ ആശയം ഉൾക്കൊണ്ട് ഒരു ഹദീസ് കൂടെ കാണാം, ലൗ കാനൽ ഖുർആനു ഫീ ഇഹാബിൻ മാ മസ്സതുഹുന്നാർ, ഒരുത്തന്റെ ഖൽബിൽ ഖുർആൻ ഉണ്ടെങ്കിൽ അവനെ നരകം തീ തൊടുകയില്ല, സ്പർശിക്കുകയില്ല എന്ന്. ചുരുക്കത്തിൽ ഖുർആനിന് മുഴുവനും ഫദ്ലുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ഫദ്ലുണ്ട്. എന്നാൽ നമുക്കറിയാം, നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നാം എന്റെ സുഹൃത്തുക്കളുടെ മുൻ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും എന്ന് കരുതുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഖുർആനിൽ തന്നെ സൂറത്തുകൾക്ക് ഫദ്ലുണ്ടാകും. ഒരു സൂറത്തിനേക്കാൾ മറ്റൊരു സൂറത്തിന് ഫദ്ലുണ്ടാകും. ഇപ്പൊ നമുക്കറിയാം, ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റു സൂറത്തുകളെ കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സൂറത്തിനേക്കാൾ ചിലപ്പോ മറ്റൊരു സൂറത്തിന് പ്രത്യേകതകൾ ഉണ്ടാകും. എന്നാൽ അതുപോലെ ഒരു പ്രത്യേകത അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവർ സൂറത്തിൽ പ്രത്യേകതകൾ പറഞ്ഞുവെങ്കിൽ എനിക്ക് പറയാനുള്ളത് ചില ആയത്തുകളേക്കാൾ പ്രത്യേകതകളുണ്ട്. ചില ആയത്തുകളേക്കാൾ പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് തുടർന്ന് വരുന്ന ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ മുഅ്മിനീങ്ങളെ, ഞാനൊന്ന് നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് അത് ഏതാണ്? ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആയത്ത് ഏതാണ്? അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കൈകൊള്ളും. എന്നിട്ട് അവർ അതിന്റെ തുടക്കം ഉറക്കെ പറയുന്നു. എന്നിട്ട് ഞാൻ പറയുന്ന ഉറക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറയുന്ന ഉത്തരം ശരിയാണോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം നൽകപ്പെടുന്നതാണ്. ഏറ്റവും വലിയ, ഏറ്റവും അമിതമായ ആയത്ത് ഏതാണ്? മുഅ്മിനീങ്ങളെ, ഏറ്റവും അമിതമായ ആയത്ത് അത് അറിയുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ തല ഒന്ന് ഓടുക. ഓടിയതിനു ശേഷം ഞാൻ അതിന്റെ ആ ആയത്ത് പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം നൽകപ്പെടും. എന്നാൽ നിങ്ങൾ സ്വയം മനസ്സിന് പറഞ്ഞു, അല്ലെങ്കിൽ ശബ്ദത്തിൽ പറഞ്ഞു കാണും, ഇനി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ സംഗതി പറഞ്ഞിട്ടുണ്ട്. ഒരു പറഞ്ഞു, എന്നിട്ട് ചോദിച്ചു അദ്ദേഹം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅ്ലം, അല്ലാഹു തആലയുടെ കിതാബിൽ ഏറ്റവും അഅ്ലമായ ആയത്ത് അത് ഏതാകുന്നു? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അഅ്ലമായ ആയത്ത് ഏതാകുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞുവെങ്കിൽ ഞാൻ നിങ്ങളോട് തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് സ്വർഗം നൽകപ്പെടും. ശരിയാണെങ്കിൽ സ്വർഗം നൽകപ്പെടും. അതിനുള്ള സമ്മാനം സ്വർഗമാകുന്നു. എന്തേ ഞാനത് പറയാനുള്ള കാരണം എന്നല്ലേ? ഈ ആയത്തുൽ കുർസിയുടെ ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മൂഖിനൻ, ഒരാൾ മുഖ്ലിസായിട്ടും മനസ്സിൽ ഉറപ്പിച്ചവനായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കും. ചുരുക്കത്തിൽ ഏറ്റവും അഅ്ലമായ ആയത്ത് ആയത്തുൽ കുർസിയാകുന്നു. ഇതിന് ഇഷ്ടം പോലെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആയത്തുൽ കുർസി 93 പേരുകളുണ്ട് എന്ന് കാണാൻ സാധിക്കും. 93 പേരുകൾ ഉണ്ടായത് എന്തുകൊണ്ടാ? 93 പേരുകൾ ഉണ്ടായത് അതിന്റെ പവിത്രത കൊണ്ടാ. ഏറ്റവും ഷറഫുള്ളതാണ്, അതുകൊണ്ട് അഷ്റഫുൽ ആയ എന്ന പേര്.
ഏറ്റവും അഅ്ളമായ ആയത്തുള്ളത് കൊണ്ട് അഅ്ളമുൽ ആയ എന്ന പേര്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ആയത്തുൽ കുർസി ഓതി തുടങ്ങിയാൽ അത് വിജയിക്കും. അതുകൊണ്ട് ആയത്തുൽ ഫതഹ് എന്ന പേര്. ഇതിൽ തുടക്കം തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന തൗഹീദിനെ അറിയിക്കുന്ന വാക്ക് ഉണ്ടായതുകൊണ്ട് അതിന് ആയത്തു തൗഹീദ് എന്ന പേരും. പിന്നെ അതിൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഒരു ഇസ്മുൽ അഅ്ളമുണ്ട്. ആ അഅ്ളമായ ഇസ്മുള്ളത് കൊണ്ട് ആയത്തു ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന പേര് കൂടെ അതിന് ഉണ്ട്. ചുരുക്കത്തിൽ ഇതല്ല, ഇഷ്ടം പോലെ പേരുകൾ ഇനിയുമുണ്ട്. നമുക്കറിയാം അള്ളാഹു വിധിക്കുന്നവനാണ്, അതുകൊണ്ട് ഹക്കീം എന്ന പേര് അവനുണ്ട്. അള്ളാഹു ആലിമാണ്, അതുകൊണ്ട് ഇൽമു നല്ലോണം എന്തും അറിയുന്നവനാണ്, അതുകൊണ്ട് അലീം എന്ന പേരുണ്ട്. അള്ളാഹു എന്തും പുറത്തു തരുന്നവനാണ്, അതുകൊണ്ട് ഗഫാർ എന്ന പേരുമുണ്ട്. ചുരുക്കത്തിൽ ഇതിന്റെ ഈ പേരുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിന്റെ പവിത്രതകൾ കൂടും. പവിത്രതകൾ കൂടുമ്പോഴാണ് ഓരോന്നിന് പേര് വരിക. പവിത്രത ചിലപ്പം നല്ലതായിരിക്കാം, ചിലപ്പം ചീത്തതും ആയിരിക്കാം. ഉദാഹരണത്തിന് നമുക്കറിയാം അബൂജഹൽ എന്നത് പേരല്ലല്ലോ. അദ്ദേഹത്തിന് അത് കിട്ടാൻ എന്താ കാരണം? മണ്ടത്തരങ്ങൾ ഇങ്ങനെ കാണിക്കും, അതുകൊണ്ട് അദ്ദേഹത്തിന് അബൂജഹൽ എന്ന പേര് കിട്ടി. അതുപോലെ നമുക്കറിയാം നല്ല പേര് കിട്ടിയത് ഷംസുൽ ഉലമ എന്ന പേര് കിട്ടി. EK അബൂബക്കർ മുസ്ലിയാർ എന്ന ആൾക്ക് എന്തുകൊണ്ട്? അദ്ദേഹം സൂര്യ തേജസ്സുള്ള ഉലമാക്കളുടെ ഇടയിൽ സൂര്യ തേജസ്സുള്ള ആളായിരുന്നു, അതുകൊണ്ട് ഷംസുൽ ഉലമ എന്ന പേര്. ചീത്ത പേരുകളും നമുക്ക് കിട്ടും. ഇവിടെ അടുത്ത് കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറെ അതും ഇതൊക്കെ പറഞ്ഞു, നമ്മൾ അയാൾക്കൊരു പേര് കൊടുത്തല്ലോ. എന്താണ് ആ പേര്? നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയണില്ല. ചുരുക്കത്തിൽ അങ്ങനെയുള്ള കേടായ പേരുകളും നല്ല പേരുകളും വരും. എന്നാൽ ഈ ആയത്തിന് നല്ല പേരുകൾ മാത്രമാണ് 93 ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിയുന്ന ഒന്നാണ് ആയത്തുൽ കുർസി. എന്തുകൊണ്ടാണ് ഇതിന് ആയത്തുൽ കുർസി എന്ന പേര് കിട്ടിയത്? ഇപ്പൊ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായി, പേരിടുമ്പം അതിന് ചില അടിസ്ഥാനങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ട് ആയത്തുൽ കുർസി എന്ന പേര് കിട്ടി? എന്തിനും ഒരു സംഗതിക്ക് എന്തിനും ഒരു അടിസ്ഥാനം ഉണ്ടാകും, ഒരു പേരിടാൻ. നമ്മുടെ നാട്ടിലുണ്ട് ഇരട്ടമൊഴി എന്ന സ്ഥലം. ഇരട്ടമൊഴി, എന്തുകൊണ്ട് അതിന് ഇരട്ടമൊഴി എന്ന പേര് കിട്ടിയെന്ന് ചോദിച്ചപ്പോ ആൾക്കാർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ? അതിന് ആദ്യം 2 പേരുണ്ടായിരുന്നു എന്നാ. 2 പേരിൽ അറിയപ്പെട്ടപ്പോ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായപ്പം അത് ആ 2 പേരും മാറ്റി ഇരട്ടമൊഴി എന്ന 2 പേര് പിന്നെയും കൊടുത്തു. ഇരട്ടമൊഴി, അങ്ങനെ ആ പേര് ഇരട്ടമൊഴിയായി മാറി. പിന്നെ കോഴിക്കോട് എന്ന് നമ്മൾ പലപ്പോഴും പറയാവുന്ന കോഴിക്കോടിനും ഒരു പിന്നാമ്പുറമുണ്ട്. എന്താണ്? ഒരു ഇംഗ്ലീഷുകാരൻ ഇങ്ങനെ നടന്നു വരിക. അപ്പം ഇവിടെയുള്ള ഒരു ചങ്ങായി ഒരു കൊട്ടിങ് കൊണ്ടങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നിങ്ങനെ പോകുമ്പം ഈ ഇംഗ്ലീഷുകാരൻ ചോദിച്ചു, മസ്മുക്ക, ഈ നാടിന്റെ പേരേതാണ്? അങ്ങനെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഈ കൊട്ടിങ് കൊണ്ടിങ്ങനെ പോകുന്ന ആള് കേട്ടത്, അയാൾക്ക് കുറച്ച് ചെവിടിന് കുറച്ച് തകരാറുണ്ട്, അയാൾ കേട്ടത് മസ്മുക്കാന് ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം കേട്ട വിഷയം എന്താ വെച്ചാ ഈ കൊട്ടേലത്താണ്. ഈ കൊട്ടേൽ എന്താണെന്ന് ചോദിച്ചപ്പോ അതാണല്ലോ അദ്ദേഹം കേട്ടത്. ഈ നാട് ഏതാണെന്ന് ചോദിച്ചപ്പം കേട്ടത് ഈ കൊട്ടേൽ എന്താണെന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞു, ഇത് കാലിക്കൊട്ടയാണ്. കാലിക്കൊട്ട, കൊട്ടയിലൊന്നുമില്ലാന്ന്, കാലിക്കൊട്ട. ഇത് ഇംഗ്ലീഷുകാരൻ കേട്ടപ്പം അദ്ദേഹം വിചാരിച്ചു കാലിക്കൊട്ട മാറ്റിട്ട് അദ്ദേഹം കാലിക്കറ്റ് എന്നാക്കി. കാലിക്കറ്റാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കാലിക്കറ്റ് തന്നെയാണ്. അങ്ങനെ അത് മലപ്പുറത്തേക്ക് എത്തിയപ്പം അത് കോഴിക്കോടായി മാറി. അങ്ങനെയാണ് ഇപ്പത്തെ കോഴിക്കോടായത് ചുരുക്കത്തിൽ. അപ്പം ഒരു സാധനത്തിന് ഒരു പേരിടുമ്പം അതിന് ചില അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്റെ നാട്ടില് ഒരാളുണ്ടായിരുന്നു, വള്ളമടി മൂസ എന്ന അദ്ദേഹത്തിന്റെ പേര്, വള്ളമടി മൂസ. അങ്ങനെ പെണ്ണ് കാണാൻ പോയപ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു വന്ന്, അപ്പം എവിടുന്നപ്പോ നിങ്ങള് ചെക്കനെ കണ്ടുവച്ചു പെണ്ണിന്റെ പെരക്കാരോട്. അപ്പൊ പറഞ്ഞ ആ വളവിലുള്ള പള്ളിന്റെ ഒക്കെ സൈഡിലുള്ള കാക്കയാണ്, മൂസാക്കയാണ്. നമ്മളെ വള്ളമടി മൂസയാണല്ലേ അറിഞ്ഞി. ഇയാളാണെങ്കിൽ എല്ലാ നിസ്കാരത്തിനും ഉണ്ടാകുന്ന ആളാ. വള്ളമടി മൂസ പറയുമ്പോ നമ്മൾ ഇയാൾ നിസ്കരിക്കുന്ന ഒരാളാണ് വിചാരിച്ചാണ്ടാണല്ലോ വന്നേ. വന്ന് നോക്കുമ്പോ ഇത് വള്ളമടി മൂസയാണല്ലോ എന്ന് പറഞ്ഞാണ്ട് കല്യാണൊക്കെ മുടങ്ങി പോവാ. അങ്ങനെ സംഗതി ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പം വള്ളമടി മൂസ എന്ന് പറഞ്ഞാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വള്ളമടി മൂസ പറഞ്ഞാല് വെള്ളം അടിക്കാറാല് കള്ളുകുടിക്കാറാണ്. അപ്പൊ ഇയാൾ കേട്ടത് എന്തായിരിക്കും? ഇയാൾ മനസ്സിലാക്കിയത് കള്ളുകുടി മൂസയാണ്. അങ്ങനെയാണ് കല്യാണമൊക്കെ ഒഴിഞ്ഞു പോകുന്നത്.
സംഗതി വെള്ളമടി മൂസന്റെ പിന്നാമ്പുറം എന്താ വെച്ചാല് ഇദ്ദേഹത്തിനൊരു മോട്ടറുണ്ട്. ആ മോട്ടറായിട്ട് ഇദ്ദേഹം വാടക കൊടുക്കുന്ന ആളാ. അപ്പം എല്ലാ വീട്ടിലും എല്ലാവർക്കും കൃഷികൾക്കൊക്കെ വേണ്ടി വെള്ളം നനയ്ക്കാൻ വേണ്ടി പോകുമ്പം അങ്ങനെ വെള്ളം മോട്ടറിൽ അടിച്ചെടുത്ത് കിട്ടിയ പേരാണ് വെള്ളമടി മൂസ എന്നുള്ളത്. അങ്ങനെയാണ് ആ പേരുണ്ടായത്. അപ്പൊ ഏതൊരു പേരിനും ഒരു പിന്നാമ്പുറം ഉണ്ടാകും. അതുപോലെ ആയത്തുൽ കുർസി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആയത്തുൽ കുർസിയിലുമുണ്ട് ഒരു പേര്. എന്താണ് ആ പേര്? ആ പേരിന്റെ പിന്നാമ്പുറം എന്നാണ് നമുക്കറിയാം. വസിയ കുർസിയുഹു സമാവാതി വൽ അർള് എന്ന ഒരു പദം അതിലുണ്ട്. എന്ന കുറച്ച് ആ വസിയ കുർസിയുഹു സമാവാത്ത്, ആ കുർസി എന്ന പേര് അതിന് ഉണ്ടായത് കൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന പേര് അതിന് കൊടുത്തത്. ആയത്തുൽ കുർസി എന്ന പേര് കൊടുക്കാൻ മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുർസിയെ ഉണ്ടാക്കി. ആകാശം 7 ആകാശങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ടതാകുന്നു. ആ കുർസി 7 ആകാശങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. എന്നിട്ട് അതിന്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും 10,000 കുർസികൾ വേറെ ഉണ്ടാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കുർസിയുടെ മേലിലും ഓരോ മലക്കുകളെ ഇരുത്തി. അവർക്ക് എന്താണ് പണിയെന്നറിയുമോ? യഖറഊന ആയത്തുൽ കുർസി, അവർ ആയത്തുൽ കുർസി ഓതിക്കൊണ്ടിരിക്കുകയാ. വയക്തുബൂന സവാബഹ, അതിന്റെ സവാബിനെ അവർ എഴുതിക്കൊണ്ടിരിക്കുക. ആർക്കുള്ള സവാബ്? ലിമൻ ഖറഅ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സവാബ് എഴുതിക്കൊണ്ടും ഈ ആയത്തുൽ കുർസി ഓതുന്നതുമായിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറെ മലക്കുകളും അതിന്മേലുണ്ട്. അമറല്ലാഹുൽ ഖലമ, ഖലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലമിനോട് അല്ലാഹു പറഞ്ഞു അയ്യക്തുബ ആയത്തുൽ കുർസി അത്റാഫഹ, ആ കുർസിന്റെ എല്ലാ വക്കിലും സൈഡിലും മൂലയിലും എല്ലായിടത്തും ആയത്തുൽ കുർസി ഇങ്ങനെ എഴുതാൻ പറഞ്ഞു. അങ്ങനെ കുർസിയിൽ മുഴുവൻ ആയത്തുൽ കുർസിയായി. അതുകൊണ്ട് അതിന് പേരിട്ടു ആയത്തുൽ കുർസി. ചുരുക്കത്തിൽ നമ്മുടെ ഈ ചർച്ച ഏറ്റവും അഫ്ളലാണ്, ഏറ്റവും അഅ്ളമായ ആയത്താകുന്നു ആയത്തുൽ കുർസി. നമുക്ക് പരിശോധിക്കാം. അനസ് റളിയല്ലാഹു അൻഹു ഖാല അതദ്റൂന അയ്യു ആയൽ ഖുർആനി അഅ്ളം, ഏറ്റവും വലിയ ആയത്ത്, ഏറ്റവും അഅ്ളമായ ആയത്ത് ഏതാണ് എന്ന് സ്വഹാബത്തെ നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅ്ലം, അവർ പറഞ്ഞു അല്ലാഹുവും റസൂലുക്കും അറിയാം. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ഇങ്ങനെ തുടങ്ങുന്ന ആയത്താകുന്നു, അതായത് ആയത്തുൽ കുർസിയാകുന്നു എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം അഫ്ളലുൽ ഖുർആനി സൂറത്തുൽ ബഖറ, ഏറ്റവും അഫ്ളലായ സൂറത്ത് സൂറത്തുൽ ബഖറയാണ്. എന്നാൽ വഅഅ്ളമു ആയത്തുൻ ഫീഹി ആയത്തുൽ ഖുർആൻ, അതിലുള്ള ഏറ്റവും അഅ്ളമായ ആയത്ത്, ഏറ്റവും വണ്ണമേറിയ ആയത്ത് ആയത്തുൽ കുർസിയാകുന്നു. മറ്റൊരിടത്ത് നമുക്ക് കാണാൻ സാധിക്കും മാ ഖലഖല്ലാഹു മിൻ സമാഇൻ വലാ അർളിൻ വലാ ജന്നത്തിൻ വലാ നാരിൻ അഅ്ളമ മിൻ ആയത്തിൻ ഫീ സൂറത്തുൽ ബഖറ ലാ ഇലാഹ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഈ തുടങ്ങുന്ന ഈ ആയത്തുൽ കുർസിനേക്കാൾ വലുതല്ല സ്വർഗവും നരകവും ഭൂമിയും ആകാശവും, ഒന്നും അതിനേക്കാൾ വലുപ്പമില്ല. ഇതാകുന്നു ഏറ്റവും വലുത്. എന്തിനേക്കാൾ? 7 ആകാശത്തിനേക്കാൾ, 7 ഭൂമിയേക്കാളും സ്വർഗത്തിനേക്കാളും നരകത്തിനേക്കാളും ഒക്കെ ഏറ്റവും വണ്ണമായത് ആയത്തുൽ കുർസിയാകുന്നു എന്ന്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഖാല അലി, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ അലി, ഏ അലി റളിയല്ലാഹു അൻഹു, ഏതൊരു സാധനത്തിനും എന്തുണ്ടാകും? ഒരു നേതാവുണ്ടാകും. ഏതൊരു സാധനത്തിനും ഒരു നേതാവുണ്ടാകും. ഖുർആനിന്റെ നേതാവ് ഇത് സൂറത്തുൽ ബഖറയാണ്. എന്നാൽ ആ സൂറത്തുൽ ബഖറയിൽ ഒരു സയ്യിദായ ആയത്തുണ്ട്. ആ ആയത്തിന്റെ പേരാകുന്നു ആയത്തുൽ കുർസി. ഏറ്റവും സയ്യിദായ നേതാവായ ആയത്താകുന്നു ആയത്തുൽ കുർസി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പറയുന്നു, കുറച്ച് സയ്യിദുകളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് കുറെ സയ്യിദിനെ കുറിച്ച് പരിചയമുണ്ട്. സയ്യിദുൽ ബഷർ നമുക്കറിയാം. സയ്യിദുൽ ബഷർ ആദം അലൈഹിസ്സലാം. ഒന്നിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം സയ്യിദുൽ അറബി. സയ്യിദുൽ അറബി
ഇനിയും നിങ്ങൾ പറയണം സയ്യിദുൽ ഫർസി, സയ്യിദുർ റൂം, സയ്യിദുൽ ഹബശ, സയ്യിദുൽ ജിബാലി, സയ്യിദുൽ ഷജരി, സയ്യിദുൽ അശ്ഹരി, സയ്യിദുൽ അയ്യാമി, സയ്യിദുൽ കലാം, സയ്യിദുൽ ഖുർആൻ. ഇങ്ങനെ കുറെ സയ്യിദുകളെ കുറിച്ച് പറഞ്ഞു. ഏകദേശം കുറെ നിങ്ങൾക്ക് അറിയാം, കുറെ എനിക്കും അറിയാം. എങ്കിലും ഞാൻ പറഞ്ഞു തരാം. സയ്യിദുൽ ബശരി ആദം അലൈഹിസ്സലാം, സയ്യിദുൽ അറബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ ഫർസി സുലൈമാൻ അലൈഹിസ്സലാം, സയ്യിദുർ റൂം ശുഹൈബ് എന്ന ആള്, സയ്യിദുൽ ഹബശ ബിലാൽ റളിയല്ലാഹു അൻഹു, സയ്യിദുൽ ജിബാലി തൂരി സീന, പർവ്വതങ്ങളുടെ സയ്യിദ് തൂരി സീന മലയാകുന്നു. സയ്യിദു ഷജരി സസ്യങ്ങളുടെ മരങ്ങളുടെ നേതാവ്, അസ്സിദ്റു. സയ്യിദു ഷഹരി മാസങ്ങളുടെ നേതാവ്, അൽ മുഹറം. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, സയ്യിദുൽ കലാം അൽ ഖുർആൻ, സയ്യിദുൽ ഖുർആനി ആയത്തുൽ കുർസി. ചുരുക്കത്തിൽ കലാമുകളുടെ സയ്യിദ് അത് അൽ ഖുർആൻ, ഖുർആനാകുന്നു. സയ്യിദുൽ ഖുർആനി, ഖുർആനിനൊരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേര് ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി എന്നാണ്. എന്നിട്ട് പറയുന്നു ചാരിയാൽ ചാരിയത് മണക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു ഹദീസ് നമുക്ക് കാണാം. മൻ ദാവമ അലാ ഖിറാഅതിഹാ ആദത തിൽക സിയാദതു അലാ ഖാരിഇഹാ. വല്ലവരുത്തരും ഈ സയ്യിദായ ആയത്തിന് ദിവസവും പതിവാക്കി ഓതിയാൽ ഈ സിയാദത്ത് എന്ന ഈ നേതാവ് എന്ന ഈ പദവി ഈ ഓതുന്ന ആക്കും നൽകപ്പെടുമെന്ന്. അങ്ങനെ ഫയകൂനു സയ്യിദൻ ബൈനന്നാസി ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവൻ ജനങ്ങളുടെ ഇടയിൽ സയ്യിദാകും ഇതിനെ ദായിമായി ഓതിയാൽ. ഇതിന്റെ വണ്ണം അറിയിക്കുന്ന വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ദിവസം നമുക്കറിയാമല്ലോ, ഇസ്രാ എന്ന ഒരു രാത്രി ഉണ്ടായിരുന്നു. ഇസ്രാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിന് പോയ രാത്രി. അങ്ങനെ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൗഹിലേക്ക് നോക്കിയത്രേ. ലൗഹിലേക്ക് നോക്കിയപ്പോ 3 പ്രകാശങ്ങളെ കണ്ടു. 3 സ്ഥലങ്ങളിലായി 3 പ്രകാശങ്ങളെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു എന്ന് റസൂൽ പറയുന്നു, യാ റബ്ബി, അല്ലാഹുവേ, ഹാദിഹിൽ അൻവാറുസ് സലാസത്തു, ഈ 3 നൂറുകൾ എന്താണ്? അപ്പൊ ഖാല, നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹിയ മൗളിഉ ആയത്തിൽ കുർസി വ യാസീൻ വ ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ആയത്തുൽ കുർസി നിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ മറ്റേ രണ്ടാമത്തെ നൂർ എന്താണെന്ന് അറിയോ? അത് യാസീൻ നിൽക്കുന്ന സ്ഥലമാകുന്നു. മൂന്നാമത്തേത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് നിൽക്കുന്ന സ്ഥലമാകുന്നു. ഞാൻ ചോദിച്ചു, യാ റബ്ബി, അല്ലാഹുവേ, മാ സവാബു ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയുടെ കൂലി എന്താ? ആയത്തുൽ കുർസി ഓതിയാലുള്ള കൂലി എന്താണെന്ന് ചോദിച്ചപ്പോ അല്ലാഹു പറയുകയാണ്, ഫഖാല, അല്ലാഹു പറഞ്ഞു, ഹിയ സിഫതി വനാതി, എന്റെ സിഫത്തും ഞാത്തുമാകുന്നു. മൻ ഖറഅഹാ മറത്തൻ, ആരെങ്കിലും ഒരു തവണ ഓതിയാൽ യൻദുറു വജ്ഹി യൗമൽ ഖിയാമ, യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ ദിവസത്തിൽ അവൻ എന്റെ മുഖത്തേക്ക് നോക്കും എന്ന്. ഒരു തവണ ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പം നാം ആലോചിക്കണം, എല്ലാ ദിവസവും ഇതിനെങ്ങനെ പതിവാക്കുന്ന ആളുകളുടെ ഫضل എത്രയായിരിക്കും, എത്ര ശ്രേഷ്ഠത അദ്ദേഹത്തിനുണ്ടാകും. ഏതായാലും ഇതിന് കുറെ ശ്രേഷ്ഠതകളുണ്ട്. എന്നാൽ ഇത് ഓതിയാലുള്ള പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അൻ അലിയിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖുരിഅത്ത് ഹാദിഹിൽ ആയത്തു ഫീ ദാരിൻ, ഒരു വീട്ടിൽ വെച്ച് എങ്ങാനും ആയത്തുൽ കുർസിയെ ഓതപ്പെട്ടാൽ ഇല്ലാ ഇഹ്തജറത്ത് ഹശൈത്വാനോ, ആ വീട്ടിൽ നിന്നും ശൈത്താൻ പോകുന്നതാണ്. ശൈത്താൻ പോകും. സലാസീന യൗമൻ, 30 ദിവസം. ഒരു വീട്ടിൽ വെച്ച് ആയത്തുൽ കുർസി ഒരു വീട്ടിൽ വെച്ച് ആയത്തുൽ കുർസി ഓതിയാൽ 30 ദിവസം ആ വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കുകയില്ല. വലാ യദ്ഖുലു സാഹിറുൻ വലാ സാഹിറത്തുൻ, ഒരു സാഹിറും ഒരു സാഹിറത്തും
ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. 40 ലൈല, 40 ദിവസം. അതുകൊണ്ട് യാ അലി റളിയല്ലാഹു അൻഹുവേ അല്ലിംഹാനി, അതിനെ പഠിപ്പിക്കണം. വലതക്ക, നിന്റെ കുട്ടിയെ നീ പഠിപ്പിക്കണം. അഹ്ലക വ ജീറാനക, നിന്റെ അയൽവാസികളെയും നിന്റെ അഹ്ലുകാരെയും നീ പഠിപ്പിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. എന്നിട്ട് പറയുന്നു ഫമാ ഉൻസിലത്ത് ആയത്തുൻ അഅ്ളമു മിൻഹാ, ഇതിനേക്കാൾ അഅ്ളമായ ഒരു ആയത്ത് ഇറക്കപ്പെട്ടിട്ടേ ഇല്ല. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ ഖറഅഹ, ആരെങ്കിലും ഈ ആയത്തുൽ കുർസിയെ ഓതിയാൽ ഖൽഫ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ, ഫർള് നിസ്കാരത്തിന്റെ ശേഷം ഓതിയാൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിലെ 8 ബാബുകൾ അവന് തുറക്കപ്പെടുന്നതാണ്. ഏതിലൂടെയും അവന് പ്രവേശിക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ ഖറഅഹ ഇദാ അഖദ മൽജഅഹു, ഒരുത്തൻ കടക്കാൻ വേണ്ടി പോകുമ്പോ, ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ ആയത്തുൽ കുർസി ഓതിയാൽ ആമനഹുല്ലാഹു അലാ നഫ്സിഹി വജാരിഹി വജാരി ജാരിഹി വൽ അബിയാതി ഹൗലഹു. ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ അവന്റെ നഫ്സിന്റെ മേൽ അല്ലാഹു നിർഭയത്വം നൽകും. മാത്രമല്ല അവന്റെ അയൽവാസികളുടെയും നഫ്സിന്റെ മേൽ അല്ലാഹു നിർഭയത്വം നൽകും. അവന് പിന്നെ ഒരു പേടിയുണ്ടാവൂല, അവന്റെ അയൽവാസിക്കും പേടിയുണ്ടാവൂല. വജാരി ജാരിഹി, അവന്റെ അയൽവാസിക്കും പേടിയുണ്ടാവൂല. വൽ അബിയാതി ഹൗലഹു, അതിന്റെ ചുറ്റുമുള്ള കുറേ വീടുകളിൽ അല്ലാഹുവിന്റെ നിർഭയത്വം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, ഖാല റജുലുൻ യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ യൻഫഉനില്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മൻഫഅത്ത് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം റസൂലേ എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ ആയത്തുൽ കുർസിയെ നീ ഓതിക്കോ, ഫഇന്ന യഹ്ഫിളുക, അത് നിന്നെ സൂക്ഷിക്കുന്നതാണ്, നിനക്കൊരു പ്രശ്നം വരാതെ നിന്നെ കാത്തു നിൽക്കുന്നതാണ്, നിന്നെ സഹായിക്കുന്നതാണ്. നിന്റെ ദുർരിയത്ത് എന്ന് പറഞ്ഞാല് നിന്റെ മക്കളെയും അത് കാക്കുന്നതാണ്. വയഹ്ഫിളു ദാറക, നിന്റെ വീട്ടിലുള്ള ആളുകളെയും അത് കാക്കുന്നതാണ്. ഹത്ത ദവറാതി ഹൗല ദാരിക, നിന്റെ വീടിന്റെ ചുറ്റുമുള്ള കുറെ വീടുകളെ അത് എന്ത് ചെയ്യും? അത് കാക്കുന്നതാണ്. മൻ ഖറഅ ആയത്തുൽ കുർസി, മറ്റൊരു സ്ഥലത്ത് കാണാം, മൻ ഖറഅ ആയത്തുൽ കുർസിയെ ആരെങ്കിലും ഓതിയാൽ ഇദാ അവ ഇലാ ഫിറാശിഹി, അവന്റെ വിരിപ്പിലേക്ക് മടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ വക്കലല്ലാഹു ബിഹി മലക്കാനി 2 മലക്കുകളെ അല്ലാഹു ബരമേൽപ്പിക്കും. യഹ്ഫിളാനി, ഇങ്ങോട്ട് എന്ത് ചെയ്യുമെന്ന് പറയോ? യഹ്ഫിളാനി ഹത്താ യുസ്ബിഹ, സുബ്ഹി ആകുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കും, അവർ നിന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തേ പറഞ്ഞത് എന്നറിയുമോ? ആയത്തുൽ കുർസി ഒരാൾ ഓതിയാൽ ഏത് സമയത്തെന്നറിയുമോ? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ 2 മലക്കിനെ അല്ലാഹു പറഞ്ഞേക്കും. അവർ എന്ത് ചെയ്യുമെന്ന് വല്ലേ? യഹ്ഫിളാനി ഹത്താ യുസ്ബിഹ, അവൻ നേരം വെളുക്കുന്നത് വരെ അവനെ കാത്തുകൊണ്ടേയിരിക്കും, അവനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവന്റെ അടുക്ക് ഒരു പിശാചും ഒരു സാധനവും ഒരു കള്ളനും ഒരാളും അവന്റെ അടുക്കിലേക്ക് വരില്ല. ഒരു ചരിത്രത്തിൽ നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് റിപ്പോർട്ടുള്ളത്. ഖാല റസൂലുള്ളാഹി, അദ്ദേഹം പറഞ്ഞു, വക്കലനി റസൂലുള്ളാഹി ബിഹിഫ്ളി സകാത്തി റമളാനിലെ സകാത്ത് സൂക്ഷിക്കാൻ വേണ്ടി റസൂൽ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ സാധനം സൂക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കള്ളൻ വന്നുകൊണ്ട് അത് കട്ടുകൊണ്ടുപോയപ്പോ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഞാൻ റസൂലിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്നി മുഹ്താജുൻ വലിയാലുൻ വബി ഹാജത്തുൻ ശദീദ, എനിക്ക് ഇതിലേക്ക് വലിയ ആവശ്യമുണ്ട്, എനിക്ക് കുറെ മക്കളുണ്ട്, കുറെ കുട്ടികളുണ്ട്, വലിയൊരു ആവശ്യം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കട്ടുപോയത്, ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് ഖേദം പറഞ്ഞപ്പോ അദ്ദേഹം വിട്ടു.
അങ്ങനെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, മാ ഫഅൽത അസീറക്കാനിന്റെ കള്ളനെ നീ എന്തേ ചെയ്തു, നിന്റെ കള്ളനെ നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹം എന്നോട് കുറെ ആവശ്യങ്ങളുണ്ട്, എനിക്ക് വിശന്നിട്ടാണ്, എന്റെ കുട്ടികളുണ്ട് വിശന്ന് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കട്ടുപോയതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ ഞാൻ വെറുതെ വിട്ടതാണ്. അങ്ങനെ പിറ്റേന്നും അദ്ദേഹം വന്നു, പിന്നെ അപ്പോഴും ഇതേ വാക്കുച്ചരിച്ചു. പിന്നെയും മൂന്നാമത് ദിവസവും വന്നപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടികൂടി, തീർച്ചയായിട്ടും റസൂലിനെ ഞാൻ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞപ്പോൾ ആ കള്ളൻ എന്ത് ചെയ്തു എന്നല്ലേ ഒരു ഐഡിയ എടുത്തു. അദ്ദേഹം പറഞ്ഞു, ആ കള്ളൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം, അതെങ്ങാനും നീ ഓതിയാൽ സുബിഹി വരെ നിന്നെ ശൈത്താനും ഒരു സാധനവും എടങ്ങേറാക്കുകയില്ല, നിന്റെ വീട്ടിലേക്ക് കള്ളൻ വരികയില്ല, അള്ളാഹു നിനക്ക് ഒരു ഹാഫിദിനെ, ഒരു സൂക്ഷിപ്പുകാരനാക്കി ഒരാളെ അയക്കുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരു സംഗതി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ അതെ, എനിക്ക് പറഞ്ഞു തരൂ, അങ്ങനത്തെ ഒരു സംഗതി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറയുകയാണ്, ഈ കള്ളൻ പറയുകയാണ്, എങ്കിൽ നീ ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി ഓതിയാൽ ഒരിക്കലും നിന്റെ അടുക്കലേക്ക് ശൈത്താൻ വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ വെറുതെ വിട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുക്കയിലെത്തിയപ്പോൾ റസൂൽ ചോദിച്ചു, നിന്റെ കള്ളനെ എന്തു ചെയ്തു? അപ്പം അദ്ദേഹം റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കള്ളൻ ഇങ്ങനെ ഒരു സംഗതി എനിക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നല്ലേ, ഞാൻ ആ സംഗതി കേൾക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നീ ആയത്തുൽ കുർസി ഓതുക, ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താൻ വരൂല, കള്ളൻ വരൂല എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവരെ വെറുതെ വിട്ടു റസൂലേ എന്ന് പറഞ്ഞു. അപ്പോ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതുവരെ അവൻ പറഞ്ഞത് കള്ളമായിരുന്നു, അവൻ ഒരു ആവശ്യവുമില്ല, അവൻ കള്ളനായിരുന്നു, നാവെടുത്താൽ കളവ് പറയുന്ന ആളാകുന്നു. എന്നാൽ ഈ സമയം ഉണ്ടല്ലോ, ഇന്നലെ രാത്രി നിന്നോടവൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താന്റെ ഫിത്ന ഉണ്ടാവുകയില്ല. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നീ ആ ആളറിയാമോ? ഖുൽതു, അദ്ദേഹം പറഞ്ഞു, ലാ, ഞാൻ അറിയൂല റസൂലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശൈത്വാനുൻ, അവൻ ശൈത്വാനാകുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. ചുരുക്കത്തിൽ ശൈത്വാൻ പറഞ്ഞു കൊടുത്തതാണ് ഈ സംഗതിയെങ്ങാനും ആയത്തുൽ കുർസി ഓതിയാൽ ഒരിക്കലും ശൈത്താൻ വരികയില്ല എന്ന് ശൈത്താൻ തന്നെ പറഞ്ഞു തരുന്നു. എന്നിട്ട് അതിനെ അടിവരയിട്ട് റസൂലും പറയുന്നു, അവൻ കള്ളനാണെങ്കിലും നിന്നോടവൻ സത്യം പറഞ്ഞിരിക്കുന്നു. എന്നാൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, മിനിങ്ങളെ, മൻ ഖറ ആയത്തുൽ കുർസി ഒരുത്തൻ ഓതിയാൽ ഏത് സമയത്തിൽ ഓതുക എന്നറിയുമോ? ഇന്ദ ഖുറൂജിഹി മിൻ മൻസിലിഹി, അവന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ആയത്തുൽ കുർസി ഒരുത്തൻ ഓതിയാൽ ഖുദിയത ഹാജതുഹു, അവന്റെ ഹാജത്തിനെ വീട്ടപ്പെടുന്നതാണ്. അവന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ വീട്ടപ്പെടുന്നതാണ്. അവന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. എല്ലാ ശൈത്വാനും അവന്റെ പക്കൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ആ മലക്കിന് എന്താണ് ജോലി എന്നറിയുമോ? എല്ലാ ആഫത്തുകളിൽ നിന്നും, ജിന്നിൽ നിന്നും, ഇൻസാനിൽ നിന്നും, മറ്റു എല്ലാ അവൻ പേടിക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും അവന് അള്ളാഹു ആ മലക്ക് അവനെ കാത്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെയുള്ള ഒരു മലക്കിനെയും അള്ളാഹു അവനിലേക്ക് അയച്ചു കൊടുക്കും. എന്തിനു വേണ്ടി? വല്ലവരുത്തനും അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ എന്നാൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം ആയത്തുൽ കുർസി എങ്ങാനും അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഓതിയാൽ ബഅസല്ലാഹു ഇലൈഹി 70,000 മിനൽ മലായിക, മലക്കുകളിൽ നിന്ന് 70,000 മലക്കുകളെ അള്ളാഹു അവനിലേക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കും.
എന്നിട്ട് പറയുന്നു, ഈ മലക്കുകൾക്ക് എന്താണ് ജോലി എന്നറിയുമോ? യസ്തഗ്ഫിറൂന, അവർ ദുആ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണ്. വയദ്ഊന ലഹു, അവനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തേ പറഞ്ഞത്? ഒരുത്തൻ അവന്റെ വീട്ടിൽ നിന്ന് ആയത്തുൽ കുർസി എങ്ങാനും ഓതി ഇറങ്ങിപ്പോയാൽ ബഅസല്ലാഹു ഇലൈഹി 70,000 മിനൽ മലായിക, 70,000 മലക്കുകളെ അവന് അല്ലാഹു അയച്ചു കൊടുക്കും. അവർക്ക് എന്താ പണി എന്നറിയുമോ? യസ്തഗ്ഫിറൂന വയദ്ഊന ലഹു, അവന് വേണ്ടി പൊറുക്കൽ തേടുകയും അവന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. എന്നാൽ അവന്റെ ആവശ്യം വീട്ടി മടങ്ങി വരുന്ന സമയത്ത് വല്ലവരുത്തനും ആയത്തുൽ കുർസി ഓതിയാൽ മൻ റജാ ഇലാ മൻസിലിഹി, അവന്റെ വീട്ടിലേക്ക് അവൻ മടങ്ങി വരുന്ന സമയത്ത് അവൻ ആയത്തുൽ കുർസി ഓതിയാൽ വല്ലവരുത്തനും മടങ്ങി വന്നാൽ എന്നിട്ട് ആയത്തുൽ കുർസി ഓതുകയും ചെയ്താൽ നസഅല്ലാഹുൽ ഫഖറ, ഫഖറിനെ അല്ലാഹു, ദാരിദ്ര്യത്തിനെ അല്ലാഹു എടുത്തു കളയും. മിൻ ഐനൈഹി, അവന്റെ കണ്ണുകൾക്കിടയിൽ നിന്ന്. മിൻ ബൈനി ഐദീഹി, മിൻ ബൈനി ഐനൈഹി, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ നിന്ന് അല്ലാഹു ദാരിദ്ര്യത്തിനെ എടുത്തു മാറ്റും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി പറയാം. മാ മിൻ അബ്ദിൻ മിൻ ഉമ്മത്തി അസ്ബഹ യൗമൽ ജുമുഅത്തി വഖറഅ 12 മറത്തൻ ആയത്തുൽ കുർസി ثم تولى وصلى ركعتين إلا وقاه الله شر الشيطان والسلطان وكان منزلة من قرأ القرآن 3 مرات وتوج يوم القيامة بتاج من نور. എന്തേ പറഞ്ഞെന്നറിയുമോ? വല്ല ഒരുത്തനും ജുമുഅ ദിവസത്തിൽ 12 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി, ജുമുഅ ദിവസത്തിൽ 12 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി, എന്നിട്ടോ അവൻ വുളു എടുക്കുകയും ചെയ്തു, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ ശൈത്താന്റെയും സുൽത്താൻമാരുടെയും രാജാക്കന്മാരുടെയും ശൈത്താന്മാരുടെയും എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു അവനെ കാത്തുരക്ഷിക്കും. മാത്രമല്ല അവൻ 3 വട്ടം 3 പ്രാവശ്യം ഖുർആൻ ഖത്മു തീർത്ത കൂലി അവന് ഉണ്ടാകും. മാത്രവുമല്ല വതവ്വജല്ലാഹു യൗമൽ ഖിയാമ ബിതാജിൻ നൂരിൻ യുളിഉ, പ്രകാശിക്കുന്നതായ നൂറിനാലുള്ള താജിനെ അവന് അണിയിച്ചു കൊടുക്കും. താജ് എന്ന് പറഞ്ഞാൽ കിരീടം അണിയിച്ചു കൊടുക്കും. എന്നാൽ വളരെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മൻ ഖറഅ ആയത്തുൽ കുർസി എങ്ങാനും ഒരുത്തനോദിയാൽ ഏത് സമയത്തെന്നറിയുമോ? ഫീ മറളിഹി, അവന്റെ മറള് സമയത്ത് ഓദിയാൽ സഹലല്ലാഹു അലൈഹി സക്കറാത്തുൽ മൗത്തിൽ നിന്ന് അവന് മരണത്തിന്റെ വേദനയിൽ നിന്ന് അവന് എളുപ്പമുണ്ടാകുമെന്ന്. എന്തേ പറഞ്ഞ്? മരിക്കുന്ന സമയത്ത് വല്ലവരുത്തനും ആയത്തുൽ കുർസി ഓതിയാൽ അവന്റെ മരണത്തിന്റെ വേദനയിൽ നിന്ന് അല്ലാഹു എളുപ്പം നൽകും. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ, പിന്നെ മറ്റൊരു സ്ഥലത്തുകൂടി നമുക്ക് വളരെ അത്ഭുതമായ രീതിയിൽ കാണാൻ സാധിക്കും. ലൗ അന്ന സവാബ ആയത്തുൽ കുർസി ഖസമ അലാ അഹ്ലിൽ അർളി ലഅസ്വാബ കുല്ല വാഹിദിൻ മിൻഹും അശറത അൽആഫി ദുനിയ. ആയത്തുൽ കുർസിന്റെ സവാബിനെ, ആയത്തുൽ കുർസി ഓതിയ കൂലിയെ ഭൂമിയിലുള്ള എല്ലാ സാധനത്തിന്റെ മേലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെ മേലും വീതിച്ചു കൊടുത്താൽ ഓരോ വസ്തുക്കൾക്കും ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ 10 ഇരട്ടി നൽകും. ശ്രദ്ധിക്കണം, ആയത്തുൽ കുർസിന്റെ കൂലിയെങ്ങാനും ദുനിയാവിലുള്ള ആളുകളുടെ മേൽ ഓരിവെച്ചാൽ ഓരോരുത്തർക്കും ദുനിയാവിന്റെ 10 ഇരട്ടി കിട്ടും. മറ്റൊരു സ്ഥലത്ത് കാണാം, വല്ലവരുത്തനും ആയത്തുൽ കുർസി ഓതിയാൽ എന്നിട്ട് അഹ്ലുൽ ഖുബൂറിലേക്ക്, ഖബറിലുള്ള ആളുകളിലേക്ക് അതിന്റെ സവാബിനെ ഹദിയ ചെയ്യുകയും ചെയ്താൽ അത് അല്ലാഹു കടത്തുന്നതാണ്. ഖബറ കുല്ലി മയ്യിത്തിൻ, എല്ലാ മയ്യിത്തിന്റെയും ഖബറിലേക്ക് അല്ലാഹു കടത്തും. മിൻ മശ്രിക്കിൻ ഇലാ മാരിബിൻ, എല്ലാ ഖബറിലുള്ള മശ്രിക്ക് മുതൽ മാരിബ് വരെയുള്ള എല്ലാ ഖബറിലും 40 നൂറൻ, അല്ലാഹു 40 നൂറിനെ അല്ലാഹു ഓരോ ഖബറിലേക്കും നൽകും കേട്ടോ. വസഅല്ലാഹു ഖുബൂറഹും, അവരുടെ
ഖബറുകളെ അല്ലാഹു വിശാലമാക്കും. ഫറഫഅ ലികുല്ലി മയ്യിത്തിൻ ദറജ, എല്ലാ മയ്യിത്തിനും ഒരു ദറജ കൊടുക്കും. വജഅല അല്ലാഹു ലികുല്ലി ഹർഫിൻ മലകൻ യുസബ്ബിഹുല്ലാഹ ഇലാ യൗമിൽ ഖിയാമ. മാത്രവുമല്ല ഓരോ ഹർഫിനും ഒരു മലക്കിനെ അല്ലാഹു അയക്കും. ഓരോ ഹർഫ് എന്ന് പറയുമ്പം ആ 170 ഹർഫുകളുണ്ട്. അപ്പൊ 170 മലക്കുകളെ അല്ലാഹു അയക്കും. എന്നിട്ട് അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും. മാത്രവുമല്ല ഈ ഓതി ഹദിയ ചെയ്ത ഈ ഖബറാളികളിലേക്ക് ഹദിയ ചെയ്ത ഈ മനുഷ്യന് 60 നബിമാരുടെ കൂലി കിട്ടും. മുഅ്മിനീങ്ങളെ, മറ്റൊരു സ്ഥലത്ത് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു തന്റെ മയ്യത്തിന്റെ മേൽ ആയത്തുൽ കുർസി എഴുതി കഴിഞ്ഞാൽ എന്നിട്ട് ആ മയ്യത്തിനോട് കൂടെ അതിനെ വെക്കുകയും ചെയ്താൽ, മയ്യത്തിനെ അതിന്റെ കൂടെ വെക്കുകയും ചെയ്താൽ, നോക്കൂ നിങ്ങൾ, ഇതാ കുതിബത്ത് ഈ ആയത്തുൽ കുർസി എഴുതപ്പെട്ടു. അലൽ മയ്യിത്തി, മയ്യത്തിന്റെ മേൽ അതിനെ വെക്കുകയും ചെയ്താൽ, എവിടെ? ഫിൽ ഖബരി, ഖബറിൽ വെക്കുകയും ചെയ്താൽ, ഫഇന്നഹു ലാ യുഅദ്ദിബു, അവനെ ശിക്ഷിക്കപ്പെടൂല. ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ ശിക്ഷിക്കപ്പെടൂല. എന്നിട്ടോ വതർഫഖു ബിഹിൽ മലായികതു ഇൻദ സുആലി, അവനോട് അല്ലാഹുവിന്റെ മലക്കുകൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് വളരെ മയത്തോട് കൂടിയേ അവനോട് പെരുമാറുകയുള്ളൂ എന്നും നമുക്ക് കാണാൻ സാധിക്കും. മുഅ്മിനീങ്ങളെ, ചുരുക്കത്തിൽ ഇതിന് ഇഷ്ടംപോലെ ഫളീലത്തുകളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് ചെയ്തുകൊണ്ട് പറയുകയാണ്, അക്സിർ, നീ അധികമാക്കണേ മിൻ ഖിറാഅത്തി ആയത്തുൽ ഖുർആൻ, ആയത്തുൽ ഖുർആൻ ഓതലിൽ നിന്ന് നീ അധികമാക്കണം. ആയത്തുൽ കുർസിനെ നീ ഓതിക്കൊണ്ടേയിരിക്കണം. കാരണം ഫഇന്ന ബിഹാ യക്തുബു ലക ബികുല്ലി ഹർഫിൻ മിൻഹാ 40,000 ഹസന. ഈ ആയത്തുൽ കുർസിയിലുള്ള ഓരോ ഹർഫിനും എന്ന് പറഞ്ഞാൽ 170 ഇതിന്റെ ഹർഫ്. എല്ലാ ഓരോ ഹർഫിനും 40,000 ഹസന, 4000 കൂലി അവനക്ക് നൽകും. 40,000 കൂലി അവനക്ക് നൽകും. 40,000 കൂലി അവനക്ക് നൽകും. എന്തിന്? ആയത്തുൽ കുർസി ഇങ്ങനെ അധികരിപ്പിക്കുക. അങ്ങനെ അധികരിപ്പിച്ചാൽ, എന്നിട്ട് പറയുന്നു, ആയത്തുൽ കുർസിന് ഓരോ ഹർഫ് കൊണ്ടും അല്ലാഹു കൂലി നൽകും. 40,000 കൂലി നൽകുന്നതാണ്. മുഅ്മിനീങ്ങളെ, ചുരുക്കത്തിൽ ഇനിയും ധാരാളം പറയാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. എന്താണ് പറയാനുള്ളതെന്നറിയാമോ? ഇനിയും ധാരാളം പറയാനുണ്ട്, പക്ഷേ സമയമില്ല. ഞാൻ ചുരുക്കുകയാണ്. എങ്കിലും കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ട് ചുരുക്കാം. നമുക്കറിയാമല്ലോ, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊരു ആയത്തും അതിന്റെ, നാം പറഞ്ഞല്ലോ, ഏതൊരു ആയത്തും അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ മുഴുവൻ അള്ളാഹുവിന്റെ കലാമാണ്. എങ്കിലും ചില സൂറത്തുകളെക്കാൾ ശ്രേഷ്ഠത ഉണ്ട്, ചില ആയത്തുകളെക്കാൾ ശ്രേഷ്ഠത ഉണ്ട്. എന്തുകൊണ്ട് ശ്രേഷ്ഠത ഉണ്ടായി എന്നറിയുമോ? അത് നമുക്ക് കിതാബുകളിൽ കാണാം. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ആയത്തുൽ കുർസിന് മറ്റൊരു പേര് അൽ മുഹത്തവിയത്ത് എന്നാകുന്നു. മുഹത്തവിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഈ പേര് വരാൻ കാരണമെന്നറിയുമോ? ഈ ആയത്തുൽ കുർസിയാണ് ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് പറഞ്ഞത്. ഏതൊരു ആയത്തെടുത്തു നോക്കിയാലും അതിൽ 6 പേരെ അള്ളാഹുവിന്റെ പേരായിട്ട് കാണാൻ സാധിക്കൂ. ഏതൊരു ആയത്ത് എടുത്തു നോക്കിയാലും 6 പേരാണ് അതിലുണ്ടാകുക. ഏറി വന്നാൽ നോക്കൂ നിങ്ങൾ, لأن كل آية في كتاب الله غاية ما يذكر فيها اسم الله 6 مرات. 6 തവണയാണ് പറഞ്ഞത്. എന്നാൽ നോക്കൂ, ആയത്തുൽ കുർസി ഫദക്കറ ഫീഹാ, അതിൽ പറഞ്ഞു 16 മറ, 16 തവണ. 16 തവണ അള്ളാഹുവിന്റെ പേര് പറഞ്ഞു. നമുക്കൊന്ന് നോക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും
വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. ഇതിൽ 16 തവണ അള്ളാഹുവിന്റെ പേര് പറഞ്ഞു. ഒന്ന് അല്ലാഹ്. അല്ലാഹ് എന്നത് അള്ളാഹുവിന്റെ ദാത്തിലേക്ക് അറിയിക്കുന്ന ആയത്താകുന്നു, പേരാകുന്നു അല്ലാഹു. അല്ലാഹ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലാഹു. ഈ ഇല്ലാഹു എന്നത് അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതാണ്. അൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യ് എന്നത് അള്ളാഹുവിന്റെ പേരാണ്, ഖയ്യൂം എന്നതും അള്ളാഹുവിന്റെ പേരാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുവെങ്കിൽ ഇനി നോക്കൂ, മറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പേര് പറയുന്നു. ലാ തഅഖുദുഹു സിനത്തുൻ. ഈ ലാ തഅഖുദുഹു എന്നുള്ള ഈ ഹു എന്നത് മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. അടുത്തത് നോക്കൂ, വലഹു എന്നുള്ളതും വലഹു മാ ഫിസ് സമാവാതി വൽ അർളി എന്നതിലുള്ള വലഹു എന്നുള്ളതും പിന്നെ വ ഇൻദഹു മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു എന്നുള്ള ഇൻദഹു എന്നുള്ളതിലും ഉള്ള ഈ ഹു എന്നത്, ഈ ഹുവ എന്ന ഈ ഹു എന്നുള്ള ളമീർ അള്ളാഹുവിലേക്കാണ് പോകുക. വ ബി ഇദ്നിഹി എന്നുള്ളതിലും വ യഅലമു പിന്നെ യഅലമു എന്നുള്ളതിലും വ ഇൽമിഹി എന്നുള്ളതിലെയും വ ശാഅ എന്നുള്ള ഈ ഷാ എന്നുള്ളതിലുള്ള ഫായിലും വ കുർസിയി എന്നുള്ളതിലെ കുർസിയിഹി വസിയ കുർസിയിഹി എന്നാണ്. വസിയ കുർസിയുഹു എന്നാണ്. ഈ കുർസിയുഹു എന്നുള്ളതിലുള്ള ഈ ഹു എന്നതും പോകുന്നത് അള്ളാഹുവിലേക്കാകുന്നു. ഹിഫ്ളുഹുമാ എന്നുള്ള ഈ ഹു എന്നുള്ളതും പിന്നെ വഹുവൽ അലിയുൽ അളീം എന്നുള്ളതിലെ വഹുവ എന്നതും അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. പിന്നെ അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യു വഹുവൽ അലിയുൽ അളീം എന്നുള്ള ഈ പേരും അത് അള്ളാഹുവിന്റെ പേരാകുന്നു. ചുരുക്കത്തിൽ ഈ ആയത്തുൽ കുർസിയിൽ ഉള്ള അള്ളാഹുവിന്റെ പേര് 16 ആകുന്നു. എന്നാൽ ഓരോ പേരിനും അള്ളാഹ് പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത എന്നറിയുമോ? എന്താണ് ആദ്യത്തെ പേര്? ആദ്യം തുടങ്ങുന്നത് തന്നെ അല്ലാഹ്. അല്ലാഹ് എന്ന അള്ളാഹുവിന്റെ പേര് കൊണ്ടാണ്, ജലാലത്തിന്റെ പേര് കൊണ്ടാണ്. മുഅ്മിനീങ്ങളെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞുവല്ലോ, അല്ലാഹ് എന്ന പേര് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ മുഅ്മിനിന്റെ മനസ്സ് പടച്ചു പോകുമെന്ന്. ആ അല്ലാഹു എന്ന പദം കൊണ്ടാണ് ഈ ആയത്തുൽ കുർസി തുടങ്ങുന്നത്. അതിന്റെ പ്രത്യേകത പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ആയത്ത് ഏതാണ്? അടുത്ത കലിമത്ത്, അടുത്ത പദം ഏതാണ്? ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ ഇല്ലാഹു എന്നുള്ളത് കലിമത്തു തൗഹീദിനെ അറിയിക്കുന്നതാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുന്നു. നോക്കൂ നിങ്ങൾ, ഖാല അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന ഖബ്ലി. ഞാനും എന്റെ നബിമാരും ഞാനും എന്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഫളലുള്ള കലിമത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുന്നു. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കൽ നമുക്കറിയാം മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനെ കൊന്നിങ്ങനെ മടങ്ങി വരികയാ. ഫിർഔനിനെ എങ്ങനെയാ കൊന്നത്? മുക്കിക്കൊന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെട്ടു മൂസാ നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു, ഈ രക്ഷപ്പെടലിൽ ഞാൻ ശുക്ർ ചെയ്യുന്നവനാകണം. അതുകൊണ്ട് അള്ളാഹുവേ, എനിക്ക് ഏറ്റവും വലിയ ഒരു സംഗതി നീ പഠിപ്പിച്ചു തരണം. അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഷാക്കിറായി മാറണം. അങ്ങനെയുള്ള ഒരു സംഭവം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറയുന്നു, യാ മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം വകാന മൂസാ നബി അലൈഹിസ്സലാം യതുൽബു സിയാദത്തിനെ തേടി. പോരാ അല്ലാഹുവേ, നീ വലിയ ഒരു സംഗതിയിൽ നിന്നാണ് എന്നെ രക്ഷിച്ചത്, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോരാ, അതിനേക്കാൾ കൂട്ടണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറയുകയാണ്, എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ മൂസാ നബിയെ? ഫഖാല, എന്നിട്ട് അള്ളാഹു പറയുന്നു, യാ മൂസ ലൗ വളിഅത്ത് സബഉ സമാവാതി വസബഉൽ അർളി ഫീ കഫത്തിൽ മീസാനി. ഒരു തുലാസിന്റെ ഒരു മീസാനിൽ ഒരു ഭാഗത്ത് 7 ഭൂമിയെയും 7 ആകാശത്തിനെയും വെച്ച് കഴിഞ്ഞാൽ
ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെയും വെച്ച് കഴിഞ്ഞാൽ എവിടെ? ഫി കഫത്തിൽ ഉഖ്റ, മറ്റേ ഭാഗത്ത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉള്ള ഈ തുലാസിന്റെ ഭാഗം തൂങ്ങുന്നതാണ്. എന്തേ പറഞ്ഞു കൊടുത്തതെന്നറിയാമോ? ഇത് പോരാ, ഇനിയും കൂട്ടണം എന്ന് പറഞ്ഞപ്പോ 7 ആകാശത്തിനെയും 7 ഭൂമിയെയും നീ ഒരു തുലാസിന്റെ ഒരു ഭാഗത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് മറ്റൊരു ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തുലാസാണ് തൂങ്ങുക, ആ ഭാഗമാണ് തൂങ്ങുക. അപ്പോൾ നാം മനസ്സിലാക്കണം, 7 ഭൂമിയേക്കാളും 7 ആകാശത്തിനേക്കാളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് കനമുണ്ട്. പിന്നെ നാം പറഞ്ഞുവല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എത്ര സമയം പിടിക്കും? ഏറി വന്നാൽ 1-2 സെക്കൻഡ്. എന്നാൽ നമുക്ക് അടുത്ത പദത്തിലേക്ക് കിടക്കാം. അൽ ഹയ്യുൽ ഖയ്യൂം. എന്താണ് ഹയ്യുൽ ഖയ്യൂമിന്റെ പ്രത്യേകത? നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. വകാന ഈസാ അലൈഹിസ്സലാം ഇദാ അറാദ അൻ യുഹിയൽ മൗത യദഉ യാ ഹയ്യു യാ ഖയ്യൂം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്ന ആളായിരുന്നു. ജീവിപ്പിക്കാനുള്ള കഴിവ് ഈസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിരുന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വിളിച്ചുകൊണ്ടാണ് ജീവിപ്പിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ഇനിയും ഇഷ്ടം പോലെ ധാരാളം ഇതിന്റെ ഫളീലത്ത് പറയാനുണ്ട്. സമയത്തിന്റെ ഇല്ലായ്മ കൊണ്ട്, കുറവ് കൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ചുരുക്കുന്നു. ഇത് കേട്ട് സഹകരിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കെല്ലാവർക്കും വലിയ സ്ഥാനങ്ങളും ഉണ്ടാകട്ടെ. മാത്രമല്ല, നാം സൂചിപ്പിച്ചു, നമ്മളുടെ ഉസ്താദ് ഉംറക്ക് പോയിരിക്കുകയാണ്. എല്ലാവരും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. വളരെ റാഹത്തോടുകൂടി, ഒരു പ്രയാസവുമില്ലാതെ, വളരെ റാഹത്തോടുകൂടി, ആഫിയത്തോടുകൂടി ഉംറ ചെയ്യാനും ധാരാളം തവണ ചെയ്യാനും ഉസ്താദിനും കൂടെ പോയവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.